എയർപോർട്ട്സ് കാരണം പോലീസ് സ്റ്റേഷൻ വരെ എത്തി കാര്യങ്ങൾ എന്താണെന്നല്ലേ. എന്റെ ബാഗിൽ നിന്ന് ഈ എയർപോർട്ട്സ് കളഞ്ഞു പോയതാണോ മോഷണം പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഹെഡ്സെറ്റിന്റെ ചെവിയിലുണ്ടായിരുന്നു, ബാക്കി ഒരു കേസും ഒരു ഹെഡ്സെറ്റിന്റെ ഒരു ഇതും കാണാൻ. ഞാൻ രാവിലെ ഒരു 4:45 അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇതിന്റെ ലൊക്കേഷൻ നോക്കുന്നത്. ലൊക്കേഷൻ നോക്കിയപ്പോൾ മറ്റു ഹെഡ്സെറ്റ് മൂവിങ്, ആദ്യം ബാൻ ഓഫ്, അത് കഴിഞ്ഞ് വേറെ സ്റ്റേഷൻ. ഇത് ഓരോ സമയത്ത് ഓരോ ലൊക്കേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കുക. ഓരോ ഊബാൻ സ്റ്റേഷനുകൾ വെച്ചാൽ ചേഞ്ച് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 6:30 7 മണി ആയപ്പോൾ ഇതൊരു ലൊക്കേഷനിൽ നിന്നു. പിന്നെ ആ ലൊക്കേഷനിൽ നിന്ന് ഇത് ഇറങ്ങിയത് ഏകദേശം ഒരു രാത്രി വൈകുന്നേരം 7 മണി ആയപ്പോഴാണ്. നമ്മളപ്പോൾ അവിടെ ഒരു 5 മണി തുടങ്ങി ആ ലൊക്കേഷനിൽ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ആരും എടുത്തതാണ്. വീണ്ടും രാത്രി ഒരു 8 മണി ആയപ്പോൾ വീണ്ടും ഇതിന്റെ ലൊക്കേഷൻ മൂവിംഗ് ആണ്. നമ്മളത് അതിന്റെ പിന്നാലെ പോയി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളാണെങ്കിൽ സമ്മതിക്കണില്ല. ഇത് ഇയാൾ പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് പറയണേ. അത് ഇന്ന് രാവിലെ ഇയാളുടെ ഫ്രണ്ടിന്റെ 20 യൂറോ കൊടുത്ത് വാങ്ങിച്ചെന്ന് ഇയാൾ പറയാണ്. അത് കഴിഞ്ഞ് അവസാനം പോലീസിനെ വിളിച്ചു. നമ്മൾ ഓൾറെഡി ആപ്പിൽ ലോസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്, ഇയാളുടെ ഫുള്ള് നമ്മുടെ ഡീറ്റെയിൽസും ഇത് തെഫ്റ്റാണെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ തരില്ല എന്ന് പറഞ്ഞിരുന്നു. അവസാനം നമ്മൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ അയാൾ സംസാരിച്ച് നമുക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി തരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം കേസൊക്കെ ആകുന്ന നോക്കിയപ്പോൾ പുള്ളി തരാമെന്ന് പറഞ്ഞ് തന്നു.